ഇപ്പോൾ മക്കളെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. പാഠം ഇവിടെ സമാപിക്കുകയാണ്. വളരെ മനോഹരമായിട്ട് രണ്ട് കുട്ടികൾ തമ്മിലുള്ള ആ ഒരു സ്നേഹബന്ധത്തെക്കുറിച്ച് പറഞ്ഞു. എങ്ങനെയാണ് അവർ 5ാം ക്ലാസ്സിൽ വരെയുള്ള അവരുടെ സ്കൂൾ കാലഘട്ടത്തിൽ ജീവിച്ചതെന്ന് പറഞ്ഞു. അവസാനം രണ്ടുപേരും വളരെ വിഷമത്തോടെ 2 ദിശയിലേക്ക് പോകുന്നതായിട്ട് പറഞ്ഞു, 2 വിപരീത ദിശയിലേക്ക് പോകുന്നതായിട്ട് പറഞ്ഞു. മാഷ് നേരത്തെ പറഞ്ഞു ഇത് അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ടായിരിക്കാം ഒരു പക്ഷേ 2 കുട്ടികളും പിരിഞ്ഞ് പോകുന്നത്. ഒന്നിച്ച് യാത്ര ചെയ്ത 2 കൊച്ചു കുട്ടികൾ, വളരെ ഡീപ്പ് ആൻഡ് അഫെക്ഷനേറ്റ് ലവ് ഉണ്ടായിരുന്ന കുട്ടികൾ, അവർ രണ്ടുപേരും പിരിഞ്ഞു പോകുന്ന രംഗം വളരെ മനോഹരമായിട്ട് തന്നെ ചിത്രീകരിച്ചു വന്നു. ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞു. ക്ലാസ്സിൽ അധ്യാപകനുണ്ടായിരുന്നു സുരേന്ദ്രൻ മാസ്റ്റർജി, അദ്ദേഹത്തെക്കുറിച്ച് പറഞ്ഞു. നമുക്കിനി ക്ലാസ്സിൽ നമ്മുടെ പാഠത്തിലുള്ള ക്യാരക്ടേഴ്സിനെ ഒരു 2 നിമിഷം ഒന്ന് മാഷ് പറയാം. ഒന്ന് ബേല, 2 സാഹിൽ, 2 പേരും പഠിക്കുന്നത് 5ാം ക്ലാസ്സിലാണ്. അവർ തമ്മിൽ വളരെ ക്ലോസ് ആയിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ്, മിത്രത ഉണ്ട് അവർ തമ്മിൽ. പിന്നെ മൂന്നാമതായിട്ട് ഒരു ക്യാരക്ടർ വരുന്ന ദുക്കാൻദാറാണ്. അദ്ദേഹം വന്ന് വലിയ കാര്യങ്ങളൊന്നുമില്ല എങ്കിലും ഒന്ന് നമ്മളെ പരിചയപ്പെടുത്തി പോവുകയാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചൊരു ക്വസ്റ്റ്യൻ ഉണ്ട്, അത് മാഷ് ഇപ്പോൾ പറഞ്ഞുതരാം. പിന്നെ വരുന്നത് സുരേന്ദ്ര മാസ്റ്റർജിയാണ്. സുരേന്ദ്ര മാസ്റ്റർജി ക്ലാസ്സിൽ വന്നു പോകുന്നു, അദ്ദേഹത്തെക്കുറിച്ചുള്ള ഏകദേശ രൂപം നമുക്ക് ലഭിക്കുന്നു. അതിനുശേഷം അദ്ദേഹവും പോകുന്നു. അങ്ങനെ ഒരു 4 ക്യാരക്ടർ വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷേ മെയിൻ ക്യാരക്ടർ ഇൻ ദി സ്റ്റോറി അതിലുള്ളത് ബേല ആൻഡ് സാഹിൽ, 5th ക്ലാസ്സിൽ പഠിക്കുന്ന സ്കൂൾ ഗോയിങ് ചിൽഡ്രൻ. അവരാണ് മെയിൻ ക്യാരക്ടേഴ്സ്. അതാണ് നമ്മൾ പഠിക്കേണ്ടത്. പിന്നെ മക്കളെ ഈ പാഠത്തിൽ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം, ഇതൊരു കഥയാണ്. ये कहानी है. इसके अंदर आपका पात्र को आपको ध्यान में रखना पड़ेगा. मुख्य पात्र कौन कौन है वो ध्यान में रखना पड़ेगा. जो तीसरा पात्र आया था सुरेंद्र मास्टर जी और दुकान वाले, उनके बारे में भी हमें थोड़ा बहुत ज्ञान उनके बारे में भी होना चाहिए. और कहानी का जो एक घटना है, घटना मतलब ഇൻസിഡൻറ്റ് കേട്ടോ, ഓരോരോ സംഭവങ്ങൾ അത് കോർത്ത് മനസ്സിലേക്ക് വെക്കുക. അത് ചോദ്യങ്ങളൊക്കെ ആയിട്ട് വരുന്നുണ്ട്. പിന്നെ അപ്പോൾ സംഭവം എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആദ്യം ഉള്ള പാരഗ്രാഫ് നമുക്ക് ക്ലിയറായി. 2 കുട്ടികളെക്കുറിച്ച് പറഞ്ഞു. 2 കുട്ടികൾ ക്ലാസ്സിലേക്ക് വരുന്നതും പോകുന്നതും അവർ ജീവിക്കുന്ന ചുറ്റുപാടൊക്കെ പറഞ്ഞു. കുട്ടികൾക്ക് ബീർ ബഹുട്ടിയുടെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. അതിനുശേഷം കഥ ഇങ്ങനെ വന്ന് നമ്മളെ ദുക്കാൻദാറിൻ്റെ അടുത്ത് ചെല്ലുന്നു. മഷി തീർന്നു പോകുന്ന ഒരു ഇതുണ്ട്. അവർ തമ്മിലുള്ള സംഭാഷണം നടക്കുന്നു. അതിനുശേഷം നേരെ സ്കൂളിലേക്ക് വരുന്നു. സ്കൂളിൽ കുട്ടികൾ പഠിക്കുന്ന കാര്യത്തെക്കുറിച്ച് പറയുന്നു. പിന്നെ ഗണിത അധ്യാപകനുണ്ട്, അധ്യാപകനെ കുറിച്ചിട്ട് പറയുന്നുണ്ട്. ആ ഒരു സെക്ഷൻ കഴിയുന്നു. പിന്നെ ദീപാവലി ലീവ് ഉണ്ടായി. ലീവിന് ശേഷം വരുന്ന സമയത്ത് ബേലയുടെ തലയിലൊരു മുറിവുണ്ടാവുന്നു, അതിനെക്കുറിച്ച് പറയുന്നു. പിന്നീട് സാഹിലിനൊരു മുറിവുണ്ടാവുന്നു. അങ്ങനെ കഥ നടന്ന് അവസാനം ആ സ്കൂൾ റീ ഓപ്പൺ ആയതിനു ശേഷം ചെറിയൊരു കാര്യം കൂടെ ഉണ്ട്. അതായത് കളിക്കാൻ വേണ്ടിയിട്ട് ഗാന്ധി പാർക്കിലേക്ക് പോകുന്നുണ്ട് അവർ, ഗാന്ധി ചൗക്കിലേക്ക് പോകുന്നുണ്ട്. അവിടെ അവർ കളിക്കുന്നുണ്ട്. ഗാന്ധിജിയുടെ പ്രതിമ ഒന്നുകൂടെ പുഞ്ചിരിക്കുന്നുണ്ട്. ആ സംഭവം കഴിയുന്നു. പിന്നെ സാഹിലിൻ്റെ കാലിക്ക് മുറിവ് പറ്റുന്നു. അങ്ങനെ അവസാനം 2 കുട്ടികളും 5ൽ നിന്ന് 6ലേക്ക് പാസ്സാവുന്നു. പാസ്സായതിനു ശേഷം അവർ റിപ്പോർട്ട് കാർഡ് കൈമാറുന്നു. തമ്മിൽ അവസാനമായിട്ട് അവർ കണ്ടുമുട്ടുന്നു. ഒരാൾ ഗേൾസ് സ്കൂളിലേക്ക് പോകുന്നു, മറ്റൊരാൾ അജ്മീർ ഹോസ്റ്റലിലേക്ക് പോകുന്നു. അങ്ങനെ 2 പേരും വിപരീത ദിശയിലേക്ക് പോകുന്നു. ഇതാണ് കഥയുടെ ഒരു സംഗ്രഹം എന്ന് പറഞ്ഞാൽ, स्मॉल समरी, ചെറിയൊരു സമ്മറി ആയിട്ട് പറയാം. तो ये सारी घटनाएं बच्चों आपको अपने ध्यान में रखना चाहिए और कहानी को अपने मन में एक कहानी की तरह रखना चाहिए. मास्टर പറയുന്നത് कहने का मतलब ये है कहानी को कहानी की तरह अपने दिमाग में रखना चाहिए. വേറെ വലുതായിട്ടൊന്നും ചെയ്യണ്ട. ഒരു കഥ കേട്ടു, കഥയുടെ കാര്യങ്ങൾ മനസ്സിലാക്കി, ക്യാരക്ടേഴ്സിനെ അറിഞ്ഞു, അത്രമാത്രം. വളരെ സിമ്പിളായിട്ട് മനസ്സിൽ സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. സംഭവങ്ങളെക്കുറിച്ച് മക്കൾക്ക് വ്യക്തമായൊരു ധാരണ ഉണ്ടായിരിക്കണം. ഇത്രയും ഈ പാഠത്തെക്കുറിച്ച് പറയാനുള്ളൂ. നല്ല രസമുള്ള ഒരു പാഠമാണ് ആദ്യത്തേത്. അത് കഴിഞ്ഞു. ഇനി ആ പാഠത്തോടനുബന്ധിച്ച് കുറച്ച് മക്കളെ ചോദ്യങ്ങളുണ്ട്. സാധാരണ ക്ലാസ്സിലാണെങ്കിൽ നമ്മൾ നേരിട്ട് ക്ലാസ്സിൽ നിന്ന് ചെയ്യിക്കാറാണ് പതിവ്. പക്ഷേ ഇപ്പം ഈ ഓൺലൈൻ പരിപാടി ആയതുകൊണ്ട് മാഷ് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഒന്നാമത്തെ ചോദ്യം മക്കളെ വരുന്നത് 9ാമത്തെ പേജിൽ. യു ക്യാൻ സീ എ റൈറ്റ് ഹാൻഡ് സൈഡ്, പേജ് നമ്പർ 9, റൈറ്റ് ഹാൻഡ് സൈഡ് ഒരു ചോദ്യം കാണുന്നു. ടോപ്പ് കോർണർ അതിൽ മൂലയ്ക്കായിട്ടൊരു ചോദ്യം കാണുന്നുണ്ട്. മാഷ് വായിക്കാം. ബാദൽ കോ ദേക്കർ ഗഡേ കോ നഹി ദുലാനാ ചാഹിയെ, ദുകാൻദാറിനെ ഐസാ ക്യോं കഹാ. അതാണ് ചോദ്യം. ബാദൽ കോ ദേക്കർ ഗഡേ കോ നഹി ദുലാനാ ചാഹിയെ. ഏറ്റവും ആദ്യം മക്കളെ നമുക്ക് മനസ്സിലാക്കേണ്ടത്, ഒരു ചോദ്യം വായിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൻ്റെ അർത്ഥം അറിയണം അല്ലേ. മേഘത്തെ നോക്കി കുടം കഴുകി കമഴ്ത്തരുതെന്നാണ് ചോദ്യം. ദുകാൻദാറിനെ ഐസാ ക്യോं കഹാ, എന്തുകൊണ്ടാണ് കടക്കാരൻ, ആ പീഡിയക്കാരൻ അങ്ങനെ പറഞ്ഞത്? ആ ചോദ്യം കേൾക്കുമ്പോൾ തന്നെ മക്കളുടെ മനസ്സിലേക്ക് വരണം അവൻ്റെ സാഹിലിൻ്റെ മഷി തീർന്നു പോയതും ബാക്കിയുള്ള മഷി കുടഞ്ഞതും. ആ സംഭാഷണത്തിനിടയിലാണ് ഇയാളിത് പറയുന്നത്. ആര്? നമ്മുടെ കടക്കാരൻ.
അപ്പം ഇതാണ് സന്ദർഭം. ഇനി അതിൻ്റെ ഉത്തരം എങ്ങനെയാണ് മക്കളെ എഴുതുക? സിമ്പിളായിട്ട് പറയാം. കാരണം ഹിന്ദിയിൽ മിക്കവാറും കുട്ടികൾക്ക് സംഭവിക്കുന്നത് ഇതെങ്ങനെ തുടങ്ങുമെന്നുള്ളതാണ്. ഒന്നാമത്തെ മാഷ് പറയാം, ആദ്യം ക്വസ്റ്റ്യൻ വായിക്കുക അസലായിട്ട്, ക്വസ്റ്റ്യൻ്റെ അർത്ഥം എന്താണെന്ന് മനസ്സിലാക്കുക, അതിനുശേഷം എങ്ങനെയാണ് ഉത്തരം എഴുതേണ്ടതെന്ന് ചോദിക്കാം. ഈ ഒരു ചോദ്യത്തിൽ മക്കളെ കണ്ടോ, ബാദൽ കോ ദേക്കർ ഗഡേ കോ നെഹി ദുലാനാ ചാഹിയെ ദുക്കാൻദാറിനെ ഐസ ക്യോം കഹാ. ഈ ചോദ്യത്തിൽ ക്വസ്റ്റ്യൻ വേർഡ് എന്ന് പറയുന്നത് ക്യോം എന്നാണ്. ചോദ്യവാക്ക് എന്ന് പറയുന്ന മക്കളെ ക്യോം എന്നുള്ള ഒരു സിംഗിൾ വേർഡ് മാത്രമേ ഉള്ളൂ. അതിനെ മാഷങ്ങ് എടുത്ത് കളയുക. ഓക്കെ, ഇനി ഉത്തരത്തിൽ കിടക്കുകയാണ്. ആസ് ഇറ്റ് ഈസ് നിങ്ങൾക്ക് ഉത്തരം എഴുതാം. ഉത്തരം തുടങ്ങുകയാണ് മാഷ്. ബാദൽ കോ ദേക്കർ ഗഡേ കോ നെഹി ദുലാനാ ചാഹിയെ. ചോദ്യത്തിൽ അതേപടി എഴുതിയ ദുകാൻദാറിനെ ഐസ ക്യോ എന്നുള്ള ഒഴിവാക്കി ഇസ്ലിയെ കഹാ കി. ദുകാൻദാർ അങ്ങനെ പറയാനുള്ള കാരണം എന്ന് പറഞ്ഞ് തുടങ്ങാം ഉത്തരം. അപ്പം ഹാഫ് പോർഷൻ ഓഫ് ദ ആൻസർ ഈസ് വിത്തിൻ ദ ക്വസ്റ്റ്യൻ. എന്താ മാഷ് പറഞ്ഞതിനർത്ഥം? ഉത്തരത്തിൻ്റെ പകുതി ഭാഗവും എവിടെയുണ്ട്? ചോദ്യത്തിൽ തന്നെയുണ്ട്. ക്യോം എന്നുള്ളത് ക്യോങ്കി വേണമെങ്കിൽ മക്കളെ വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഇസ്ലിയെ കഹ എന്ന് വെച്ച് തുടങ്ങാം. അപ്പോൾ സ്റ്റാർട്ടിങ് എന്ന് പറയുന്ന ഒരു ട്രിബിൾ ആ പ്രശ്നം പോയല്ലോ. ഉത്തരം തുടങ്ങി. ഇനി മക്കൾ ഉത്തരത്തിലേക്ക് വരാം. എന്തുകൊണ്ടാണ് അയാൾ അങ്ങനെ പറയാൻ കാരണം? കുടം കഴുകി കമഴ്ത്തതെന്ന് കാരണം എന്താ? ഇനി ഉത്തരം പറയാം മാഷ്. സാഹിൽ കെ പെൻ മേ തോടി സ്യാഹി ബച്ചി തീ. സാഹിലിൻ്റെ പെന്നിൽ കുറച്ച് മഷി ബാക്കിയുണ്ടായിരുന്നു. ബച്ചി തീ ബാക്കിയുണ്ടായിരുന്നു അല്ലേ? തോടി കുറച്ച്, തോടി സാഹി ബച്ചി തീ കുറച്ചുണ്ടായിരുന്നു. ലേക്കിൻ ഉസ്നെ സ്യാഹി കോ ജമീൻ പർ छिड़क दिया. അവൻ മഷിയെ എന്ത് ചെയ്തു? നിലത്ത് കുടഞ്ഞു കളഞ്ഞു. ഇതുകൊണ്ടാണ് ആരും എന്ത് പറഞ്ഞത്? ദുക്കാൻദാർ ഇങ്ങനെ പറഞ്ഞത്. ഉത്തരമായല്ലോ, ഇത്രയേ ഉള്ളൂ. അപ്പം നമുക്ക് ചേർക്കേണ്ടത് ഒറ്റ സെൻറ്റൻസിൽ ഉത്തരമായിട്ടുള്ളൂ. എന്താ ഉള്ളത്? സാഹിൽ കെ പെൻ മേ തോടി സ്യാഹി ബച്ചി തീ നഹി സ്യാഹി മിൽനേക്ക് ഉമ്മീദ് മേ. മൊത്തമായിട്ട് പറയുകയാണെങ്കിൽ പുതിയ മഷി കിട്ടും ഉമ്മീദ് ആഗ്രഹമാണ്, പ്രതീക്ഷയാണ്. നയി സ്യാഹി മിൽനേക്ക് ഉമ്മീദ് മേ സാഹിൽ ने बची हुई स्याही को ബാക്കിയുള്ള മഷിയെ ജമീൻ പർ छिड़क दिया. ജമീനിലേക്ക് കുടഞ്ഞു കളഞ്ഞു. ഉത്തരമായി. അപ്പോൾ പകുതി ഭാഗം ഉത്തരം ചോദ്യം തന്നെയുണ്ട്. ഇത് പക്ഷേ ആർക്ക് എഴുതാൻ പറ്റുള്ളൂ? ചോദ്യം മനസ്സിലായ കുട്ടികൾക്ക് എഴുതാൻ പറ്റും. അപ്പം മക്കളെ അത് ഒന്ന് ശ്രദ്ധിക്കുക. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇനി മാഷ് അടുത്ത പേജിലേക്ക് കടക്കുകയാണ്. പേജ് നമ്പർ 10 ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ നമുക്ക് കാണാം. ജബ് ഉസ്കെ പാസ് ആക്കർ ബൈട്ടി ഉസെ നസർ നഹി മിലാ പായി. അവൾ അവൻ്റെ അടുത്ത് വന്നിരുന്നപ്പോൾ അവളുടെ കണ്ണിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. നസർ നഹി മിലാ പായി എന്നാണ് പറയുന്നത്. കണ്ണിലേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. അപ്പോൾ മക്കൾ പെട്ടെന്ന് ആ സന്ദർഭം ഓർത്തെടുക്കുക. എപ്പോഴാണ് അങ്ങനെ ഒരു അവസ്ഥ ഉണ്ടായത്? സുരേന്ദ്ര മാസ്റ്റർജി തെറ്റല്ലാത്ത തെറ്റിനെ കണ്ടുപിടിച്ച് അവളുടെ മുടി പിടിച്ച് വലിച്ച് കോപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ ആ സമയത്താണ് ആ കൊച്ചുകുട്ടി സങ്കടമായിട്ട് സാഹിലിൻ്റെ അടുത്ത് വന്നിരുന്നത്. പക്ഷേ അവൾക്ക് അവൻ്റെ എന്ത് ചെയ്യാൻ പറ്റില്ല, അവൻ്റെ മുഖത്തേക്ക് നോക്കാൻ കഴിഞ്ഞില്ല. എന്തുകൊണ്ട് എന്നാണ് ചോദ്യം. റൈറ്റ്. അപ്പം ഉത്തരം നോക്കിക്കോളേ. ജബ് ഉസ്കെ പാസ് ആക്കർ ബൈറ്റി. വീണ്ടും മാഷ് അതേ കാര്യം ചെയ്യുന്നത്. ഉസേ നജർ നഹി മിലാ പായി. ക്യോ എന്നുള്ളത് മാറ്റിയിട്ട് ക്യോം കി എന്തുകൊണ്ടെന്നാൽ. ഉത്തരമാണ് ക്യോം കി എന്തുകൊണ്ടെന്നാൽ. എന്താ സംഭവിച്ചത്? ബേലാക്കോ പതാ ഥാ. ബേലയ്ക്ക് അറിയാം എന്ത്? സാഹിൽ കി നസർ മേ വോ ബഹുത് അച്ചി ലഡ്കി ഹെ. സാഹിലിൻ്റെ കാഴ്ചയിൽ ബേല എന്ന് പറയുന്ന ആരാണ്? അച്ചി ലഡ്കി ഹെ, നല്ല കുട്ടിയാണ്, നല്ല സുഹൃത്താണ്, നല്ല കുട്ടിയാണ്. और सुरेंद्र मास्टर जी ने उसी के सामने उसके बाल में पंजा फसाया और कॉपी फेंक दिया, डांट दिया. അവളോട് ദേഷ്യപ്പെട്ടു, അവളുടെ കോപ്പി വലിച്ചെറിഞ്ഞു, അവളെ മുട്ടിപ്പിടിച്ച് വലിച്ചു. ഈ കാരണം കൊണ്ടാണ് അവൾ എന്തായി? ഷർമിന്ദ ഹോ ഗയ എന്നൊരു വാക്ക് പാടത്തിലുണ്ട് മക്കളെ. ഷർമിന്ദ ഹോന നാണം കെടുക. ഓ ബഹുത് ഷർമിന്ദ ഹോ ഗയി തീ. അവൾ ഭയങ്കരമായിട്ട് നാണം കെട്ടു. അതുകൊണ്ട് അവൾക്ക് എന്ത് ചെയ്യാൻ കഴിഞ്ഞില്ല? നസർ നഹി മിലാ പായി. ഉത്തരം ക്ലിയർ ആണോ? ഇത്രയേ ഉള്ളൂ. അപ്പം ക്യോംകി വെച്ച് തുടങ്ങാം, അല്ലെങ്കിൽ ഈ സംഭവം പറഞ്ഞിട്ട് ഇസ്ലി എന്ന് വെച്ചിട്ട് തിരിച്ചു തുടങ്ങാം. ഓക്കെ, മാഷ് അത് എഴുതി തരും. ഒന്നുമിൽ വേണമെങ്കിൽ നമുക്ക് അടുത്ത ക്ലാസ്സിൽ ബോർഡുമിൽ എഴുതി തരാം, അല്ലെങ്കിൽ പിന്നെ എന്താ സിസ്റ്റം ഉള്ളത് വാട്സപ്പ് എന്താണെന്ന് മാഷ്ക്കറിയില്ല, അത് നോക്കിയിട്ട് അതിൻ്റെ കാര്യം ചെയ്യാം. റൈറ്റ്. ഓക്കെ. അപ്പം ബൈഹാർട്ട് പഠിക്കാൻ വേണ്ടി തീരെ ശ്രമിക്കരുത്, അർത്ഥം മനസ്സിലാക്കിയിട്ട് മാത്രം പഠിച്ചാൽ മതി. ഓക്കെ. മൂന്നാമത്തെ ചോദ്യം.
इन बच्चों को अपने चारों ओर देख के खेलते देखकर गांधी जी की मूर्ति ऐसे दिखाई पड़ती जैसे उस समय कुछ अधिक मुस्कुरा रहे हो. इसका मतलब क्या है? പറഞ്ഞ ഇതാണ്, കുട്ടികളെ കളിക്കുന്നത് കണ്ട സമയത്ത് സാധാരണക്കാളും കുറച്ചധികമായിട്ട് ഗാന്ധിജി പുഞ്ചിരിക്കുന്നത് പോലെ തോന്നി. എന്താ അതിൻ്റെ അർത്ഥം എന്നാണ് ചോദ്യം. ഉടനെ മക്കളെ സന്ദർഭത്തിലേക്ക് പോവുക. എന്താ സന്ദർഭം എന്തായിരുന്നു? ദീപാവലി ലീവെല്ലാം കഴിഞ്ഞതിന് ശേഷം എത്രയോ ദിവസം കഴിഞ്ഞിട്ടാണ് കുട്ടികൾ എവിടെ ഇരുന്നത് गांधी प्रतिमा की छुट्टी ओडिक्लिക്കുന്നത് अल्ले. बहुत दिनों के बाद दिवाली की छुट्टी ख़त्म हो गई और बहुत दिन बच्चे स्कूल में नहीं आए और खेलने भी नहीं आए. गांधी जी की मूर्ति तो वैसे की वैसे खड़े थे, लेकिन जब स्कूल दोबारा खुला तो सारे बच्चे आकर गांधी जी की मूर्ति की ओर चारों तरफ हंसते हुए खेलने लगे, चिरिച്ച് തുള്ളിച്ചാടി കളിക്കാൻ തുടങ്ങി. और इन बच्चों को देखकर गांधी जी की मूर्ति खुश होने लगी. गांधी जी की मूर्ति സന്തോഷമായി. ഇതാണ് സന്ദർഭം. ഉത്തരം നമ്മൾ എങ്ങനെ എഴുതുക? ഗാന്ധിജി മൂർത്തി ചിരിച്ചു എന്നാ ചോദിച്ചത്. ഉത്തരം നമുക്ക് എങ്ങനെ എഴുതാം? നമുക്കിങ്ങനെ എഴുതാം, ഒരു കാര്യം ഉറപ്പാണ്, ഗാന്ധിജി ബച്ചോं से हमेशा प्यार करती है. ബച്ചോं से हमेशा प्यार करते हैं. ഗാന്ധിജി എന്ന് പറയുന്ന ആ വ്യക്തി, മഹാത്മാഗാന്ധി, കുട്ടികളെ എപ്പോഴും ഇഷ്ടപ്പെടുന്നയാളാണ് അല്ലേ. गांधी बच्चों से बहुत प्यार करते हैं. बहुत दिनों के बाद बच्चे खेलने आए तो गांधी जी की मन खुश हो गई. ഗാന്ധിജിയുടെ മനസ്സ് സന്തോഷമായി. ഇസ്ലിയെ ഹമേ ലഗ, അതുകൊണ്ട് നമുക്ക് തോന്നുന്നു, മൂർത്തി കുച്ച് അധികം മുസ്കുരാ രഹേ ഹോ, മൂർത്തി കുറച്ചുകൂടെ, ആ പ്രതിമ കുറച്ചുകൂടെ ചിരിക്കുന്നതായിട്ട് നമ്മൾക്ക് തോന്നുന്നു. വി ഫീൽ ലൈക്ക് സോ, അങ്ങനെ നമുക്ക് തോന്നുകയാണ്. ക്യോങ്കി काफ़ी दिन के बाद बच्चे आए हैं और बच्चों से गांधी जी बहुत प्यार करते हैं. ഗാന്ധിജി കുട്ടികളെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണ്, വളരെ ഇഷ്ടമാണ്. അങ്ങനെയുള്ള കുട്ടികൾ ചുറ്റും കളിക്കുമ്പോൾ പ്രതിമ പോലും ചിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇപ്പോൾ കുട്ടികളുടെ സന്തോഷം എന്ന് പറയുന്നത് ജീവനില്ലാത്ത പ്രതിമയെപ്പോലും ചിരിപ്പിക്കാൻ കഴിയുന്നതാണ് എന്നും നമുക്ക് മക്കളെ ചിന്തിക്കാം. ഒരു പ്രതിമയെപ്പോഴും, ജീവനില്ലാത്ത ഒരു കല്ലിനെ പോലും ചിരിപ്പിക്കാൻ ആർക്ക് കഴിയും? കൊച്ചു കുട്ടികൾക്ക് കഴിയും എന്നതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് വേണമെങ്കിൽ നമുക്ക് അങ്ങനെയും ചിന്തിക്കാം. അത് നമ്മുടെ മനസ്സിലേക്ക് ശരിക്കും അങ്ങനെ ആ സന്ദർഭത്തെ കൊണ്ടുവരും. അതുകൊണ്ടാണ് മാഷ് പറയുന്നത്. അപ്പം ഗാന്ധിജിയുടെ പ്രതിമ അധികമായി ചിരിക്കും നമുക്ക് തോന്നുന്നു, കാരണം ഗാന്ധിജി കുട്ടികളെ ഇഷ്ടമാണ്. ബച്ചോं से बहुत प्यार करते हैं. बहुत दिनों के बाद, എത്രയോ ദിവസങ്ങൾക്ക് ശേഷം ഈ छोटे बच्चे गांधी जी की मूर्ति की चारों तरफ खेलने लगे, इसलिए हमें लगा कि गांधी जी की मूर्ति कुछ अधिक मुस्कुरा रहे हो. അപ്പോൾ നമുക്ക് തോന്നി ഗാന്ധിജിയുടെ മൂർത്തി ഒന്നുകൂടെ പുഞ്ചിരിക്കുന്നത് പോലെ തോന്നുന്നു. ഇതാണ് മൂന്നാമത്തെ ഉത്തരം മക്കൾ. ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, നാലാമത്തെ ചോദ്യം നോക്കിക്കോളൂ മക്കൾ. പേജ് നമ്പർ 11, 11ാമത്തെ പേജിൽ. यह बारिश से पहले का बारिश का एक दिन था. कहानी के प्रसंग में कैसे सार्थक होता है? മഴയ്ക്ക് മുമ്പേ ഉള്ള ഒരു മഴ ദിവസമാണിത് എന്ന് കഥാകൃത്ത് പറയുന്നു. ഈ പറഞ്ഞ സ്റ്റേറ്റ്മെൻറ്റ് കഥയോട് എത്രമാത്രം യോജിക്കുന്നു എന്നാണ് മക്കളെ അർത്ഥം. യോജിക്കുന്നുണ്ടോ ഇല്ലയോ? നമുക്കറിയാം, തീർച്ചയായും യോജിക്കുന്നുണ്ട്. കാരണം ഒരു മഴ ദിവസത്തിൻ്റെ പ്രത്യേകത, ആകാശത്ത് മേഘങ്ങളുണ്ടാവും, ആകാശ മേ ബാദൽ ദിഖായി ദേ സക്തേ ഹെ ഓർ തേജ് പാനി ഗിർത്തേ ഹെ, നല്ലോണം വെള്ളം വീഴും, നല്ല കാറ്റടിക്കും. ഇതൊക്കെയാണ് മഴക്കാലത്തിൻ്റെ പ്രത്യേകത. ഇവിടെ സംഭവിച്ചതും അത് തന്നെയാണ്. പക്ഷേ യഥാർത്ഥത്തിൽ മഴയല്ല പെയ്തത്, മറിച്ച് രണ്ടുപേരുടെയും കണ്ണിൽ നിന്ന് കണ്ണുനീര് വരുന്നു. ആകാശത്ത് മേഘങ്ങളല്ല, മനസ്സ് നിറയെ മേഘങ്ങളാണ് കുട്ടികളുടെ. ശക്തമായ മാനസിക പ്രയാസം കാറ്റടിക്കുന്നുണ്ട് എന്ന് പറയുന്നതൊക്കെ തന്നെ തീർത്തും നമുക്ക് പറയാം ഇത് മഴയ്ക്ക് മുമ്പേയുള്ള ഒരു മഴ ദിവസം തന്നെയാണ്. അപ്പം മക്കളെ, എങ്ങനെയാണ് അതിൻ്റെ ഉത്തരം എഴുതാൻ നോക്കിക്കോളൂ. മാഷ് പഴയ സിസ്റ്റം എടുക്കുകയാണെങ്കിൽ നോക്കിക്കോളൂ. യഹ് ബാരിഷോं से पहले की बारिश का एक दिन था. यू कैन राइट एज इट इज इन द आंसर पेपर. आंसर पे कहानी के प्रसंग में यह कैसे माറ്റിയ बिल्कुल सार्थक है. बिल्कुल अर्थം മക്കളെ തീർത്തും, ബിൽക്കുൽ തീർത്തും. മാഷ് ഇവിടെ എഴുതാം. തീർത്തും, അങ്ങോട്ട് മാറിപ്പോയി അല്ലേ? തും തീർത്തും, പൂർണ്ണമായും, പൂർണ്ണരൂപ സെ എഴുതിക്കോളൂ, ബിൽക്കുൽ എഴുതിക്കോളൂ. സാർത്ഥക് ഹേ, പൂർണ്ണമായി യോജിക്കുകയാണ്. ക്യോങ്കി, ഇനി ഉത്തരത്തിന് ലൈനിലേക്ക് വരാം. എന്താ പറയുക നമ്മൾ? ക്യോങ്കി സാഹിൽ ഓർ ബേല
ऐसे रो रहे थे जैसे बारिश हो रहा हो. ഷാഹിലും ബേലയും അങ്ങനെ കരയുകയാണിത് മഴ വീഴുന്നത് പോലെ. जैसे आकाश में बादल होते हैं उसी प्रकार उनके मन में बादल था, दुख की बादल था. ആകാശത്ത് മഴക്കാലത്ത് എങ്ങനെയാണോ മേഘങ്ങൾ ഉണ്ടാകുന്നത് അതുപോലെ മനസ്സിലും മേഘങ്ങളായിരുന്നു. ദുൽവരി ഹവായേ ആന്ധിയാൻ ചലത്തി थी उनके मन के अंदर. അതുകൊണ്ട് തന്നെ एक कहना बिल्कुल सार्थक है. ഈ പറഞ്ഞത് ഈ കഥൻ ഈ സ്റ്റേറ്റ്മെൻറ്റ് എന്താണ്, തീർത്തും യോജിക്കുന്നതാണ് എന്ന് നമുക്ക് കൃത്യമായിട്ട് പറയാം. ഇതാണ് മക്കളെ നാലാമത്തെ ചോദ്യം. ഇങ്ങനെയാണ് ഉത്തരം എഴുതേണ്ട ഒരു രീതി, എളുപ്പമുള്ള രീതി. ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ബൈ ഹാർട്ട് പഠിക്കാൻ വേണ്ടി ശ്രമിക്കരുത്. അർത്ഥം മനസ്സിലാക്കി മാത്രം 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 പഠിക്കുക. അങ്ങനെയാണെങ്കിൽ എങ്ങനെ ചോദിച്ചാലും നമുക്ക് ഉത്തരം എഴുതാം. രണ്ടാമതൊരു കാര്യം കൂടെ പറഞ്ഞിട്ട് മാഷി ക്ലാസ് ഈ നമ്മുടെ പാഠം അവസാനിപ്പിക്കാം. എങ്ങനെയാണോ നമ്മളൊരു സ്റ്റോറി നമ്മളെ മനസ്സിൽ ഫീഡ് ചെയ്യുന്നത്, പല കഥകളും കുഞ്ഞുനാളിൽ പല കഥകളും നമ്മളെ മനസ്സിലുണ്ടല്ലോ. എത്ര പ്രകാരമാണ് നമ്മളത് ഫീഡ് ചെയ്തത്, ആ ഫീഡ് ചെയ്ത പോലെ തന്നെ അതിനെ നിൽക്കുക. ഒരു കഥ നമ്മളെ മനസ്സിലേക്ക് കയറുന്ന എങ്ങനെയാണ് മക്കളെ, ഓരോ സന്ദർഭങ്ങളനുസരിച്ചിട്ടാണ്. കഥ ഇങ്ങനെ തുടങ്ങുന്നു, ഇങ്ങനെ വരുന്നു, ഇങ്ങനെ വരുന്നു, സഞ്ചരിക്കുന്നു, അവസാനം കഥ തീരുന്നു. അങ്ങനെയല്ലേ? അതേപോലെ ഈ കഥയെ മക്കൾ വെച്ചോളൂ. പ്രകൃതിയെക്കുറിച്ച് പറഞ്ഞു ആദ്യത്തെ പാരഗ്രാഫ്. രണ്ട് കുട്ടികൾ കളത്തിലേക്ക് വന്നു, അവർ നമ്മൾ രണ്ടുപേരെ മനസ്സിലാക്കി, രണ്ടുപേര് തമ്മിൽ ചെറിയൊരു സംഭാഷണം. മഷി തീർന്നു പോകുന്നു, ദുക്കാൻദാരുടെ അടുത്തേക്ക് പോകുന്നു, അവിടെ ഒരു ചോദ്യം വരുന്നു, മഷി കിട്ടിയില്ല, അങ്ങനെ ആ കഥ കഴിയുന്നു. അങ്ങനെ നേരെ സ്കൂളിലേക്ക് വരുന്നു, സ്കൂൾ രണ്ടുപേരും ഇരിക്കുന്നു, ഒരേ പ്രവൃത്തി ചെയ്യുന്നു, ഒരുപോലെ പെരുമാറുന്നു, ഒന്നിച്ച് വരുന്നു, ഒന്നിച്ച് പോകുന്നു, എല്ലാം കഴിയുന്നു. ഗണിത അധ്യാപകനായിട്ട് സുരേന്ദ്ര മാസ്റ്റർജി കടന്നു വരുന്നു. സുരേന്ദ്ര മാസ്റ്റർജിയെക്കുറിച്ച് നമുക്ക് മനസ്സിലായി, സ്കൂൾ ഒരു ദിവസം നടന്ന സംഭവം മനസ്സിലായി. അതിനുശേഷം കഥ മുന്നോട്ട് സുരേന്ദ്ര മാസ്റ്റർജിയെ വിട്ടു, കഥ മുന്നോട്ട് പോവുകയാണ്. ഒരു ദിവസം എന്താ പറയേണ്ടത്, ദീപാവലി വെക്കേഷൻ വന്നു. ദീപാവലി വെക്കേഷൻ കഴിഞ്ഞിട്ട് സ്കൂളിൽ ബേല വന്ന സമയത്ത് തലയ്ക്കൊരു കെട്ടൊക്കെ കെട്ടിയിട്ടാണ് വന്ന് മുറിവേറ്റിട്ട് കുട്ടികൾ കളിയാക്കുന്നു. അവൾ കളിക്കാൻ പോകണമെന്ന് പറയുന്നു, സാഹിൽ സമ്മതിക്കുന്നില്ല. അവസാനം എല്ലാ കുട്ടികളും ഗാന്ധിജി മൂർത്തിയുടെ ചുറ്റും കളിക്കുന്നു, ഗാന്ധിജിയുടെ പ്രതിമ സന്തോഷിക്കുന്നു. അതിനുശേഷം ഒരു ദിവസം ഞായറാഴ്ച സാഹിലിൻ്റെ കാലിൻ്റെ പിന്നിൽ മുറിവേൽക്കുന്നു. രണ്ടുപേരും വട്ടക്കെട്ട് കെട്ടുന്നു, വെള്ളക്കെട്ട്. ഇപ്പം സ്കൂളിലും എവിടെയും കുട്ടികൾ ഒന്നിച്ച് തന്നെ കാണാം, കെട്ടിയ കുട്ടികളെ കാണാം. അഖിന് അവസാനം 5ാം ക്ലാസ്സിൽ നിന്ന് രണ്ടുപേരും 6ലേക്ക് പാസ്സാവുന്നു. 6ലേക്ക് പാസ്സായതിനു ശേഷം ആ സ്കൂൾ 5ാം ക്ലാസ് വരെ ഉള്ളൂ നമുക്ക് മനസ്സിലായി. രണ്ടുപേരും വളരെ വിഷമത്തോടെ കരഞ്ഞ് സന്തോഷമില്ലാതെ ദുഃഖത്തോടെ രണ്ടുപേരും പിരിഞ്ഞു പോകുന്നതോടെ കഥ അവസാനിക്കുന്നു. അപ്പോൾ ഈ കഥ മാഷ് പറഞ്ഞതുപോലെ മക്കൾ മനസ്സിൽ വെക്കുക. അപ്പം ഒരു 75% ഉത്തരം എഴുതാനും എന്ത് ചോദിച്ചാലും ഉത്തരം എഴുതാനുള്ളതായി. 75 അല്ലെങ്കിൽ 80% കുട്ടികൾ. ബാക്കി ഒരു 10% കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നോക്കുക. ബാക്കി അതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുക, കഴിഞ്ഞു. ഇത്രയേ ഉള്ളൂ. माशे പറഞ്ഞത് कहने का मतलब है कहानी को आप लोग कहानी की तरह घटनाक्रम से अपने दिमाग में रखना चाहिए. कहानी का मुख्य पात्र कौन कौन है और दूसरे पात्र कौन कौन है, उनका बिहेवियर कैसा है, कहानी किस प्रकार चलते हुए आता है और उनके घटनाएं कौन कौन सी है, किस प्रकार कहानी समाप्त हो जाता है, उसमें मेन घटना कौन कौन सा है, उसको आप अपने पल से दिमाग में रखिए. ഈ കാര്യങ്ങൾ മക്കൾ മനസ്സിൽ സൂക്ഷിച്ച് വെക്കുക. ദാറ്റ്സ് ഓൾ. ഒന്നുമില്ല, വേറെ നത്തിങ് ടു വെറി. പേടിക്കാനോ വെറിയാവാനോ ഒന്നുമില്ല. ഇത്രയേ ഉള്ളൂ ഒന്നാമത്തെ പാഠം. ഓക്കെ. അപ്പം ഇതിൻ്റെ കാര്യം മാഷ് പറഞ്ഞു കഴിഞ്ഞു. ഇനി അതിൻ്റെ കുറച്ച് എക്സസൈസ് ഉണ്ട്. അത് ഇപ്പോൾ മാഷ് പറഞ്ഞത് മക്കൾ ശരിക്കും ശ്രദ്ധിക്കുകയാണെങ്കിൽ സെൽഫായിട്ട് ചെയ്യാൻ പറ്റുന്നേ ഉള്ളൂ. ക്ലാസ്സിലാണെങ്കിൽ മാഷ് പറഞ്ഞു തരാറില്ല, സെൽഫായിട്ട് ചെയ്യിക്കുക തന്നെയാണ് ചെയ്യാറ്. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാത്രം മാഷോട് ചോദിക്കുക. ആ ഒരു ഏർപ്പാടായിരുന്നു ക്ലാസ്സിൽ. പക്ഷെ ഇപ്പം അങ്ങനെ പറ്റില്ല. നമുക്ക് വേണമെങ്കിൽ ആസ് പെർ യുവർ ഡിമാൻഡ് അങ്ങനെ തന്നെ മാഷ് പറയാം. മാഷ് അത് അടുത്ത ക്ലാസ്സിൽ എഴുതി തരും. ഇനി ഇതിൽ ഇപ്പോൾ എടുത്ത ഭാഗത്തിൽ ഇപ്പോൾ 4 ക്ലാസ് മാഷ് എടുത്തു, ഇന്നത്തെ കൂടി കൂട്ടിയിട്ട്. അങ്ങനെ പാഠം നമ്മളത് കഴിയുകയാണ്. ക്വസ്റ്റ്യൻ ആൻസർ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഇനി മക്കൾ ഇതിനെക്കുറിച്ച് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ മാഷിൻ്റെ ഫോൺ നമ്പർ ഞാൻ എഴുതിത്തരാം, നിങ്ങൾ നോട്ട് ചെയ്തോളൂ. 1 2
ഇതാണ് 2 ഫോൺ നമ്പർ. ടൈം മാഷ് പറയാം. ടൈം രാത്രി 8 മുതൽ 9 മണിയുടെ സമയത്ത്. എന്തുകൊണ്ടാണ് മാഷ് ഇത്ര ഒരു സമയം വെക്കുന്നത്? വലിയ കാര്യം ഉണ്ടായിട്ടൊന്നുമല്ല കേട്ടോ. നിങ്ങൾ പഠനമെല്ലാം കഴിഞ്ഞ് ഡേ ടൈമിൽ പഠിക്കാനുണ്ടാവും, സ്കൂളിലെ ക്ലാസ് ഉണ്ടാവും, വേറെ ഏതെങ്കിലും ക്ലാസ്സുകൾ ഉണ്ടാവും, അങ്ങനെ പല ആക്ടിവിറ്റിയിലായിരിക്കും. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം 8-9 മണി എന്ന് പറയുമ്പോൾ നമ്മളൊരു വൈകിട്ടുള്ള ഭക്ഷണത്തിൻ്റെ ഒക്കെ ടൈമാണ്. അപ്പോൾ ആ സമയത്തിനുള്ളിൽ മക്കൾ മാഷെ വിളിച്ചാൽ മതി. സമയത്ത് എന്തുണ്ടെങ്കിലും മാഷ് എന്താണോ ഉള്ളത് ഇത് പറഞ്ഞുതരാം. ഓക്കെ. പിന്നെ ഇതിൻ്റെ ലിങ്ക്, ക്ലാസ്സിൻ്റെ ലിങ്ക് മാഷ് ഇടുന്നുണ്ട്. ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ കിട്ടും. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് പറയാനുള്ളത്. ബാക്കി യാതൊരു ഡിഫിക്കൽട്ടി ഇല്ല. ഇനി നമുക്ക് അടുത്ത ക്ലാസ് തൊട്ട് 2ാമത്തെ പാഠം തുടങ്ങും. അത് ഇതിൽ സിമ്പിളാണ്, ഏറ്റവും രസകരമാണ്, മനോഹരമായൊരു പാഠം 2ാമത്തെ പാഠം. ഓക്കെ. ഇത്രയാണ് ഈ പാഠത്തെക്കുറിച്ചും ഈ വിഷയത്തെക്കുറിച്ചും പറയാനുള്ളത്. അങ്ങനെ ഈ പാഠം നമ്മളത് തീരുകയാണ്. പിന്നെ മക്കളെ ഒറ്റ കാര്യം കൂടെ പറഞ്ഞു നിർത്താം. ഈ പാഠത്തിൽ 2 ചിത്രങ്ങളുണ്ട് മക്കളെ. 1ാമത്തെ ചിത്രം 8ാമത്തെ പേജിലും 2ാമത്തെ ചിത്രം 11ാമത്തെ പേജിലും. ഈ പാഠപുസ്തകങ്ങളിൽ ചിത്രം തരുന്നതിൻ്റെ ആവശ്യം എന്താ? നിങ്ങൾ നഴ്സറി കുട്ടികളാണോ? അല്ല. എന്തിനാ ചിത്രം തരുന്നതെന്ന് പറഞ്ഞാൽ ആ ചിത്രം മനസ്സിലങ്ങ് കയറണം. 1ാമത്തെ പാഠം ബീർ ബഹൂട്ടി, എഴുതിയത് പ്രഭാത്. 1ാമത്തെ ചിത്രം ഇതായിരുന്നു. സ്കൂൾ ബാഗൊക്കെ ഇട്ട് 2 കുട്ടികൾ ഇരിക്കുന്ന ചിത്രമായിരുന്നു. 2ാമത്തെ ചിത്രം അവസാനത്തെ ചിത്രം ഇതായിരുന്നു. 2 കുട്ടികൾ 2 ദിശയിലേക്ക് പോകുന്ന ചിത്രമായിരുന്നു. മക്കളുടെ മനസ്സിൽ ഈ 2 ചിത്രങ്ങൾ ഉണ്ടെങ്കിൽ തന്നെ പാഠം മനസ്സിൽ വന്നു. പിന്നെ മഹാത്മാഗാന്ധിയൊക്കെ വരുന്നുണ്ടല്ലോ, അപ്പോൾ അദ്ദേഹത്തെയൊക്കെ ഒന്ന് മനസ്സിൽ ഓർമ്മിച്ചാൽ സംഭവം ശരിയായി. ഇത്രയേ ഉള്ളൂ. ഈസി ആയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. ഹാർട്ട് പോർഷനിലേക്ക് പോകരുത്. എന്തൊക്കെയാണോ നമ്മുടെ മനസ്സിലേക്ക് കയറി 1ാമത്തെ പാഠത്തിൽ ഇതൊക്കെയായിരുന്നു, കണ്ണ് തുറന്ന് നോക്ക്. ശരിക്കും ആ ചിത്രമൊക്കെ ശരിക്കും നോക്കിക്കോ. നോക്കാൻ വേണ്ടിയിട്ടാണ് തന്നത്. അപ്പോൾ ചിത്രം കുറച്ച് 2 മിനിറ്റ് ചിത്രത്തിലേക്ക് നോക്കുന്നതിന് ഒന്നും പോകാൻ പോകുന്നില്ല. ചിത്രം മനസ്സിലേക്ക് ഞാൻ കയറും. 2 ചിത്രവും കയറും. അപ്പം ബീർ ബഹൂട്ടി എന്നുള്ള പാഠം പറയുന്ന സമയത്ത് തന്നെ ഈ 2 ചിത്രങ്ങളും ഗാന്ധിജിയുടെ പ്രതിമയും ഒരു പക്ഷേ മാഷ് എടുക്കുന്ന ഈ ഒരു ക്ലാസ്സും ഒക്കെ മനസ്സിലേക്ക് ഞാൻ കയറും. അപ്പോൾ പാഠം ക്ലിയറായി. പഠനത്തിൻ്റെ ഒരു ഈസി വേ ആണത്. അല്ല വെറും ബുക്കും നോട്ട് കൊടുത്ത് ഇങ്ങനെ വായിച്ച് ഒറ്റത്തിൽ ബഹളം ഉണ്ടാക്കുക നല്ല പഠനം എങ്ങനെ പഠിക്കുക. ഓക്കെ. മക്കൾക്ക് സംശയം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും മാഷോട് വിളിച്ച് ചോദിക്കാം. ഓക്കെ. അങ്ങനെ 1ാമത്തെ പാഠം കഴിയുന്നു. അടുത്ത ക്ലാസ്സിൽ മാഷ് 2ാമത്തെ പാഠം തുടങ്ങും. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നേരിട്ട് മാഷോട് വിളിച്ച് പറയാം. ഓക്കെ. ഇനി മാഷ പേര് കൂടെ എഴുതാം അല്ലേ അവസാനം പോകുമ്പോൾ? എൻ്റെ പേര് മുരളീധര ഗോപാൽ. എവിടെ എഴുതാം? താഴെ എഴുതാം അല്ലേ? മേലെ എഴുതാം. പക്ഷേ പേര് മുരളീധര ഗോപാൽ. ഓക്കെ. ഇത്രയും കാര്യങ്ങളാണ് മക്കൾ പറയുന്നത്. ഓക്കെ. താങ്ക് യു വെരി മച്ച്. നമസ്തേ.